എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈശോ തൻ്റെ ജീവിതകാലത്ത് ഒട്ടനവധി അത്ഭുതങ്ങളൊക്കെ പ്രവർത്തിച്ച് പല കാര്യങ്ങളും പഠിപ്പിച്ച് അവസാനം പീഡാസഹനത്തിന് മുമ്പായി വിശുദ്ധ കുർബാന സ്ഥാപിച്ചു. ഇതെല്ലാം കഴിഞ്ഞ് അവസാനമായിട്ട് പറഞ്ഞ കാര്യം അത്രമേൽ പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെയല്ലേ? നമ്മുടെയൊക്കെ വീട്ടിൽ ആരെങ്കിലുമൊക്കെ മരിച്ചു കഴിയുമ്പോൾ നമ്മൾ വീട്ടിൽ സംഭാഷണം മധ്യേ ചോദിക്കുന്നൊരു കാര്യമുണ്ട്, എന്ത് പറഞ്ഞിട്ടാണ് മരിച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസാനമായിട്ട് എന്നതാ പറഞ്ഞേ? അവസാനം പറയുന്ന കാര്യം പ്രധാനപ്പെട്ടതാണ്. ഈശോ ഈ ഭൂമിയിൽ നിന്നും പോകുന്ന അവസാനമായിട്ട് പറഞ്ഞ ഒരു കാര്യം, എടാ മക്കളെ, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ വട്ടം പിടിച്ചോണം, പരിശുദ്ധാത്മാവിനോട് ചേർന്ന് ജീവിച്ചോണം. ഈ ഭൂമിയിൽ നമ്മൾ എന്നും സ്വീകരിക്കേണ്ട ഒരു നിലപാട് പരിശുദ്ധാത്മാവിനോടുള്ള ബന്ധം. വേറൊന്നും വേണ്ട, പരിശുദ്ധാത്മാവിനോടുള്ള ബന്ധം. എൻ്റെ പ്രിയപ്പെട്ടവർ, ഇത് വളർത്തിയെടുത്തു കഴിഞ്ഞാലുള്ള മെച്ചം ഞാൻ ആദ്യം പറഞ്ഞു. ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഏതൊരു പ്രശ്നത്തിനും ഉത്തരമാണ് ഈ പരിശുദ്ധാത്മാവിനോടുള്ള ബന്ധം. നിനക്ക് വേണ്ടി, നിന്റെ കുടുംബത്തിന് വേണ്ടി ഈ വഴിയില്ല എന്ന് നീ പറഞ്ഞിരിക്കുന്ന നിന്റെ ബുദ്ധിയുടെ മുമ്പിൽ ആര് പ്രവർത്തിക്കും? പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കും. ഒരു വഴിയുമില്ല എന്ന് നീ ചിന്തിക്കും, പക്ഷെ നിനക്ക് വേണ്ടി വഴി ദൈവം തുറക്കും. ഇത് നിന്നിൽ സംഭവിക്കും. അല്ലാതെ ഈ പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പണ്ടെങ്ങാണ്ട് നടന്നൊരു കാര്യം ഈ കാലഘട്ടത്തിലുണ്ടോ? ഉണ്ടല്ലോ. നീ വിശ്വസിച്ചാൽ നിനക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് നിന്റെ കുടുംബത്തിൽ പ്രവർത്തിക്കും, നിന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ സംഭവിക്കും. നീ ആഗ്രഹിക്കുന്ന ഏത് വിഷയത്തിലും പരിശുദ്ധാത്മാവ് നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. ഈ പരിശുദ്ധാത്മാവിനോടുള്ള സ്നേഹബന്ധം നീ വളർത്തിയെടുത്തു കഴിഞ്ഞാൽ നിന്റെ ജീവിതത്തിൽ ഇന്നത്തെ പ്രതിസന്ധികൾക്ക് ഉത്തരം കിട്ടും. പരിശുദ്ധാത്മാവിനോടുള്ള ബന്ധം വളർത്തിയാൽ നിന്റെ ഏത് പ്രശ്നത്തിനും പരിഹാരം. ഹല്ലേലൂയാ. പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്നാണോ? അല്ല, പ്രശ്നങ്ങളുണ്ടാവും. ഇന്നത്തെ പ്രശ്നം മാറും, നാളെ വേറെ പ്രശ്നം വരും, അതുറപ്പ്. പക്ഷേ പ്രശ്നങ്ങൾ ഉണ്ടാവും. പക്ഷേ ഈ പ്രശ്നങ്ങളെ നിനക്ക് നേരിടാൻ, പ്രശ്നങ്ങൾക്ക് മുമ്പിൽ നിനക്ക് വേണ്ടി കൃത്യമായി ഒരു വഴി തുറക്കപ്പെടും.